ദൗത്യ സംഘത്തിന് ഉള്ളിലേക്ക് കടന്നു പോകാനാവുന്നുള്ളൂ, ഒപ്പം ഈ റോബോട്ടിക് ക്യാമറയ്ക്കും ഉള്ളിലേക്ക് പ്രവേശിക്കാനാകുന്നു എന്നുള്ളതാണ്. ദൗത്യത്തിൽ ഇപ്പോൾ ആ തരത്തിൽ ദൗത്യ പ്രവർത്തനങ്ങൾക്കൊരു വെല്ലുവിളി ഉണ്ടായി സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടോ, അതോ അത് സുഗമമായി മുന്നോട്ട് പോവുകയാണ്? അതിന്റെ ഒരു വെല്ലുവിളി നേരിടുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഇന്നലെ ജില്ലാ കളക്ടർ നേവി ഉദ്യോഗസ്ഥരുടെ സഹായം അടക്കം തേടിയതാണ്. പക്ഷേ ഇപ്പോൾ പ്രധാന വെല്ലുവിളിയായി മാറുന്നത് ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇതിനകത്ത് ഈ പരിശോധന നടത്തുന്നെങ്കിലും അതിൽ തടസ്സമായി നിൽക്കുന്നത് മാലിന്യങ്ങൾ തന്നെയാണ്. അതിശക്തമായി ഈ മാലിന്യങ്ങൾ സ്വാഭാവികമായി ആ മാലിന്യങ്ങൾ അവിടെ നിന്നും നീക്കം ചെയ്യാതെ ഇനി ഒരടി പോലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി ഈ മാൻഹോളിനുള്ളിലേക്ക് ഇറങ്ങുന്ന രക്ഷാസേനാംഗങ്ങളുടെ ജീവൻ വരെ അപകടത്തിലാണ്. അങ്ങനെ ഒരു സ്ഥിതിയാണ്. അതുകൊണ്ടാണ് 30 മിനിറ്റിൽ താഴെ മാത്രം അതിനകത്ത് പരിശോധന നടത്തിയവർ മുകളിലേക്ക് തിരികെ കയറി വന്ന് പിന്നീട് വിശ്രമിച്ചതിന് ശേഷം താഴേക്ക് പോകുന്നത്. കാരണം അത്രമാത്രം ശ്രമകരമായ ഒരു ദൗത്യത്തിലൂടെയാണ് ഈ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന കാര്യം, അദ്ദേഹം ഈ ഭാഗങ്ങളിൽ ഇല്ല എങ്കിൽ ഇതിനോടകം 70 മീറ്ററിൽ നടത്തിയ പരിശോധന അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇവിടെ നിന്ന് പാർവതി പുത്തനാറിന്റെ ഭാഗങ്ങളിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടാകാം മാലിന്യ കൂമ്പാരത്തിനൊപ്പം എന്ന ഒരു നിഗമനം കൂടി എന്ന ഒരു സാധ്യത കൂടി പരിശോധിക്കുകയാണ് ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് അതിന്റെ കൈവഴികളിൽ അടക്കം വിശദമായ പരിശോധന നടത്താനാണ് സ്കൂബ ഡൈവിംഗ് ടീമിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വൈകാതെ 70 പേരടങ്ങുന്ന ഒരു സംഘം കൂടി, അതായത് തിരുവനന്തപുരത്തിന് പുറമെ പത്തനംതിട്ട, കൊല്ലം തുടങ്ങിയ ജില്ലകളിൽ നിന്നായി 70 പേരടങ്ങുന്ന സ്കൂബ ഡൈവിംഗിന്റെ ഒരു സംഘം കൂടി ഇവിടേക്ക് എത്തും. അതിനുശേഷം ഇവരെ ഓരോ ടീമിനെയും 25 തിരിച്ച് ഒരു സമയത്ത് 25 പേർ, അങ്ങനെ 24 മണിക്കൂറും പരിശോധന നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുകയാണ്. ദക്ഷിണ റെയിൽവേ അധികൃതരുമായി ജില്ലാ ഭരണകൂടം സംസാരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്ലാറ്റ്ഫോമുകളിൽ നടത്തുന്ന പരിശോധനയിൽ ട്രെയിനുകൾ കടന്നു വരുന്നത് തടസ്സമാകുന്നുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളെ കുറിച്ച് അടക്കം ജില്ലാ ഭരണകൂടം വിശദമായി തന്നെ സംസാരിച്ചിരിക്കുകയാണ് എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും ഇക്കാര്യത്തിൽ പരിശോധന നടക്കുകയാണ്. ദൗത്യം ദുഷ്കരമാണ്. ആ ദുഷ്കരമായ ദൗത്യം എങ്ങനെ മറികടക്കാമെന്ന ആലോചനയിലാണ്. ഈ ദൗത്യ സേനാംഗങ്ങൾ കൂടുതലായി ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു, അത് സംബന്ധിച്ച പരിശോധനകൾ നടക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കൂടുതൽ ജില്ലകളിൽ നിന്ന് കൂടുതൽ ദൗത്യ സേനാംഗങ്ങൾ രക്ഷാദൗത്യത്തിന് വേണ്ടിയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും കനാലിനുള്ളിൽ എന്തെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത പരിശോധിക്കുന്നു. അതല്ല, കനാലിനും അപ്പുറത്തേക്കുമാണ്, കനാലിൻ്റെ പരിശോധന കഴിഞ്ഞാൽ പിന്നീടുള്ള സാധ്യതയ്ക്ക് കൂടുതൽ പരിശോധന വേണ്ടിവരും എന്ന ദുഷ്കരമായൊരു സാഹചര്യം കൂടിയുണ്ട് നമുക്ക് മുന്നിൽ. കാരണം പാർവതി പുത്തനാറിലൂടെ ജോയ് ഒഴുകിപ്പോയിരിക്കുമോ, അങ്ങനെയെങ്കിൽ അത് ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പൊഴിയിലേക്ക് എത്തിയോ, അങ്ങനെയുള്ള കൂടുതൽ വിശാലമായ ഏരിയയിലേക്കുള്ള പരിശോധനയായത് മാറും. അത്തരമൊരു അവസ്ഥയുണ്ടായെങ്കിൽ കൂടുതൽ ദുഷ്കരമായി പോവും. ഓർക്കണം, ഇപ്പോൾ 24 മണിക്കൂർ പിന്നിടുന്നു ഈ രക്ഷാദൗത്യം ആരംഭിച്ചിട്ട്. അത്തരം ഒരു ദുഷ്കരമായ ദൗത്യമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.